ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിങ്ങനെയൊന്നും അവസാനിക്കുമെന്ന് കരുതണ്ട. അങ്ങനെ ഒരു വിചാരം മനസ്സിലുണ്ടെങ്കിൽ അത് വെറുതെയാ. നിന്റെ അമ്മയ്ക്ക് ആരോടൊക്കെ ബന്ധമുണ്ടായിരുന്നെന്ന് നിനക്കറിയോ? ആർക്കോ പറഞ്ഞ ഓർത്തന്റെ അച്ഛനാവാൻ എനിക്ക് പറ്റില്ല. ഇറങ്ങി പോടുന്നു. എന്റെ അമ്മയെ പറഞ്ഞുണ്ടല്ലോ. ശുഭ എനിക്കറിയാമായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ ശുഭയുടെ സമ്മതം വാങ്ങിയിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനുശേഷം ഞാൻ ശുഭയെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ശുഭയുടെ മകനാന്ന് പറഞ്ഞ് കിരൺ മുന്നിൽ വന്ന് നിന്നപ്പോ ഞാനൊന്ന് പതറിപ്പോയി. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഞാനാകെ കൺഫ്യൂസ്ഡായി. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഇപ്പൊ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാലോ. പിന്നെ അത് അംഗീകരിക്കാൻ മടിക്കുന്നത് എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഒരാൾ മുന്നിൽ വന്ന് നിന്ന് മകനാന്ന് വിളിച്ചു പറഞ്ഞ ഉടനെ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ പാലക്കാട് നിന്ന് വരുമ്പോ നിന്റെ അമ്മ ശുഭ ഗർഭിണിയല്ല. അച്ഛൻ ആരാന്ന് പറയാതെ നിന്റെ അമ്മ മരിച്ചുപോയി. നീ സ്വയം നിന്റെ അച്ഛനെ അന്വേഷിച്ചു നടന്നു. ഒടുവിൽ കണ്ടെത്തിയത് എന്നെ. എന്റെ മകനാന്ന് എനിക്ക് പോലും ഉറപ്പില്ലാത്ത ഞാൻ എങ്ങനെ നിന്നെ അംഗീകരിക്കും? എന്തുറപ്പാ എനിക്കുള്ളത്? അതിനുശേഷം ആരെങ്കിലുമായി ശുഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നെന്ന് ഞാനവനറിയും. എന്താ പറഞ്ഞെന്ന് എന്റെ സാഹചര്യം നീ മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? എന്റെ അമ്മയെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? എന്ത് സാഹചര്യം ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്റെ അമ്മയെ ചതിച്ച് കടന്നു കളഞ്ഞതോ? ഇത്രയും കാലം എന്നെ കുറിച്ചോ എന്റെ അമ്മയെ കുറിച്ചോ ചിന്തിക്കാതിരുന്നതോ? ആശുപത്രി കിടന്നപ്പോ എന്നോട് എല്ലാം ഏറ്റു പറഞ്ഞിട്ട് ജീവിതം തിരിച്ചു കിട്ടിയെന്നറിഞ്ഞപ്പോ ബ്ലാങ്ക് ചെക്ക് കൊടുത്ത് ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു വിട്ടതോ? ഛേ, നിങ്ങളെയാണോ എന്റെ അമ്മ ഇത്ര സ്നേഹിച്ചത്? അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോഴൊക്കെ നല്ല മനുഷ്യനാ, പാവമാണ്, വലിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്നെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ എന്നെ അംഗീകരിക്കുമെന്നും അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മയുടെ എല്ലാ വിശ്വാസങ്ങളെയും തെറ്റിച്ച് അമ്മയെ ചതിച്ചവനാ നിങ്ങള്. കിരൺ, നീ ഇങ്ങനെ ടെൻഷനായിട്ട് ഒരു കാര്യമില്ല. കാര്യം നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവും. ഇനി എനിക്ക് കൂടുതലൊന്നും മനസ്സിലാക്കണ്ട. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതിന് ഒരു അന്തസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത് നട്ടാ കുരുക്കാത്ത നുണയാ. കിരൺ, വെറുതെ വാശിക്ക് സംസാരിക്കേണ്ട കാര്യമല്ലത്. ഞാൻ വാശിക്ക് സംസാരിച്ച ഒന്നുമല്ല. ജനിച്ച് ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ അച്ഛനില്ലാത്തവനാണെന്നുള്ള അപമാനം. അതിന്റെ പേരിൽ ഞാൻ എത്ര രാത്രികൾ ഉറങ്ങാതെ കിടന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അതുകൊണ്ട് നിനക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഒരാളുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് നിങ്ങളാണ് എന്റെ അച്ഛൻ, എന്നെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാ അത് ചെയ്യാൻ പറ്റുമോ? ഈ സമൂഹത്തിൽ എന്റെ നിലയും വില എന്താന്ന് നിനക്കറിയോ? ഈ സ്ഥാപനത്തിന്റെ സൽപ്പേരിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ നിനക്കുണ്ടോ? ഇനി ഞാൻ തുറന്നു തന്നെ പറയാം. എനിക്ക് തന്നെ ഒരിക്കലും മകനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. എന്റെ കുടുംബത്തിനെ മറന്ന്, ഈ സമൂഹത്തിൽ എനിക്കുള്ള നിലയും വിലയും മറന്ന് എനിക്ക് നിന്നെ മകനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഞാനല്ല നിന്റെ അച്ഛൻ. അത് ആരാണെന്ന് നീ നിന്റെ അമ്മയോട് തന്നെ ചോദിക്കണമായിരുന്നു. അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. എനിക്കറിയാം നിങ്ങളെ കൊണ്ട് സത്യം പറയിക്കാൻ. ഞാൻ നിങ്ങളുടെ മകനാണെന്ന് നിങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാനും ഈ ലോകം മുഴുവൻ വിളിച്ച് പറയിപ്പിക്കാൻ എനിക്കറിയാം. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇത്രയൊക്കെ നീ ചെയ്തതിന്റെ പേരിൽ നിനക്കൊരു നഷ്ടബോധം തോന്നാതിരിക്കാൻ വേണ്ടി മാത്രം നിന്നെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് പൂർണിമയുടെ കയ്യിൽ ചെക്ക് കൊടുത്തു വിട്ടത്. നിങ്ങൾ എന്താ വിചാരിച്ചേ? പണം തന്നതിനെ ഒഴിവാക്കാന്നോ? എനിക്ക് നിങ്ങളുടെ സ്വത്തും പണവും ഒന്നും വേണ്ട. അതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. എനിക്ക് വേണ്ടത് എന്റെ അച്ഛനെയാണ്. സ്വന്തമായിട്ടൊരു അഡ്രസ്സാ. ഞാൻ തന്തയില്ലാതെ ജനിച്ചവനൊന്നുമല്ല. ഞാൻ അനാഥനല്ലെന്ന് എനിക്ക് ഈ സമൂഹത്തോട് വിളിച്ചു പറയണം. അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ.
ഇതൊക്കെ നിന്റെ വെറും തോന്നല. അവകാശവും പറഞ്ഞ് കേറി വന്നിരിക്കുന്നു. കിരൺ, വിടാൻ. എന്താ പറഞ്ഞേ? വിടാനാ പറഞ്ഞെ. എടാ, വിടാൻ. കിരൺ കൈയെടുക്ക, കൈയെടുക്കാനാ പറഞ്ഞേ. കിരൺ, എന്താ ഇതൊക്കെ? ഇങ്ങനെയാണോ ചെറിയച്ചനോട് പെരുമാറണ്ടേ? ഇയാളിപ്പോ പറയുന്നത് ചേച്ചി കേട്ടോ? ഞാൻ ഇയാളുടെ ആരുമല്ലെന്ന്. കിരൺ, ഇതൊരു ഓഫീസാണ്. ഇതൊന്നും ഇവിടെ അല്ല സംസാരിക്കേണ്ടത്. എല്ലാം സംസാരിക്കാൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാ. അതെ, ഞാൻ വിളിച്ചിട്ട കിരൺ വന്നത്. എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കണമായിരുന്നു. ഇതിങ്ങനെയൊന്നും അവസാനിക്കുമെന്ന് കരുതണ്ട. അങ്ങനെ ഒരു വിചാരം മനസ്സിലുണ്ടെങ്കിൽ അത് വെറുതെയാ. നിന്റെ അമ്മയ്ക്ക് ആരോടൊക്കെ ബന്ധമുണ്ടായിരുന്നെന്ന് നിനക്കറിയോ? ആർക്കോ പറഞ്ഞ ഓർത്തന്റെ അച്ഛനാവാൻ എനിക്ക് പറ്റില്ല. ഇറങ്ങി പോടുന്നു. എന്റെ അമ്മയെ പറഞ്ഞുണ്ടല്ലോ. കിരൺ, ഞാൻ കിരൺ, വേണ്ട. എന്താണ് പറഞ്ഞത്? കിരൺ, വേണ്ട. പറയട്ടെ, കിരൺ, വിട്, വിട്. കിരൺ, ഇപ്പൊ പോ. നമുക്ക് പിന്നെ സംസാരിക്കാം. പറയുന്ന കേക്ക് പിന്നെ ഇല്ല. സംസാരിക്കാം. ഇയാൾ ഈ നുണ പറച്ചിൽ നിർത്തി സത്യം അംഗീകരിക്കണം. അത് കഴിഞ്ഞ് ഞാൻ പോവൂ. കിരൺ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ചേച്ചി ഇതിൽ ഇടപെടണ്ട. കിരൺ, ഇപ്പൊ ഇവിടുന്ന് പോണം. ഇത് ഇവിടെ വെച്ച് സംസാരിച്ച് ശരിയാവില്ല. ഇല്ല, ഞാൻ ഇയാളുടെ മകനാ, അതെനിക്ക് ഉറപ്പാ. എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും. പക്ഷേ എന്റെ അമ്മയെ കുറിച്ച് അനാവശ്യം പറഞ്ഞോ അത് ഞാൻ സഹിക്കില്ല. അയ്യോ, കിരൺ, കിരൺ, വിട് കിരൺ. പറയുന്ന കേക്ക്. സെക്യൂരിറ്റി, സെക്യൂരിറ്റി, സെക്യൂരിറ്റി. ചേച്ചി മാറ്. കിരൺ, പ്ലീസ്. കിരൺ, എന്താ ഈ please, കാണിക്കുന്നത്? പറയുന്ന ഇങ്ങോട്ട് വാ. കേക്ക്. ഓടാ ഇവിടെ. കിരൺ, എന്നെ വിടാൻ. ഓടാ, കൈ എടുക്കണം. വിടില്ല ഞാൻ. നടക്കണോ? ചെറിച്ച ഓക്കെ അല്ലേ? താൻ അങ്ങോട്ട് പോയെ. എനിക്ക് സംസാരിക്കണം. ഇല്ല, പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? വിട്. എന്നെ വിടാൻ. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. വിട്. വിട്. എനിക്ക് അയാളെ കാണണം. താൻ അങ്ങോട്ട് പോയെ. എല്ലില്ലാതെ എന്ത് വിളിച്ച് പറയാന്നോ? എടോ, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എന്റെ അമ്മയെ പറഞ്ഞു. താനൊന്ന് പറയുന്ന കേക്ക്. അങ്ങോട്ട് പോ. ഓ, എടോ, പോവാൻ. ഒരിത്തിരി നാണമുണ്ടോ നിങ്ങൾക്ക്? തന്നോടല്ലേ പറഞ്ഞേ? പോ. അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് ആ, പോ. സംസാരിക്കണം. ഇല്ല, ഇല്ല, എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? സംസാരിക്കണം. അകത്തോട്ട് പോകാൻ പറ്റില്ല. താൻ എന്താ ഈ കാണിക്കുന്നേ? ഇറങ്ങോ താഴെ. എടോ, താൻ ഇവിടെ നിന്ന് വെള്ളം വയ്ക്കാതെ പോ. കളിക്കല്ലേ? തന്നോടല്ലേ പറഞ്ഞേ? വിട്. എനിക്കല്ല കാണണം. സംസാരിക്കണം. ദേവി എന്നൊന്ന് പോയി താ. എടോ, താൻ തന്നെ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാണോ? പറയുന്ന കേക്ക്. തന്റെ ആരാണ് ഞാനെന്ന് കാണിച്ചു തരാണോ? പ്ലീസ്, പറയുന്ന ഒന്ന് കേൾക്ക്. ആ, പോടോ. ഒന്ന് പോയട്ടെ പ്ലീസ്. എന്താ ചെറിയ ഇതൊക്കെ? എനിക്ക് വേറെ വഴിയില്ല മോളെ, വേറെ വഴിയില്ല. കിരണിന്റെ അച്ഛൻ ഞാനാന്ന് എനിക്കറിയാം.